പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കുറച്ച് നാളുകളായി വീഡിയോ ചെയ്തിട്ട് ഞാനൊരൽപ്പം തിരക്കിലുമായിരുന്നു. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, ചെയ്തേ മതിയാവൂ എന്നൊരു നിർബന്ധം വന്നതിനാൽ ആണിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, യേശുവിൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്ന, യേശുവിനോട് കൂടെ യേശു രാജ്യം വാഴുമ്പോൾ കൂടെ വാഴണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവരാജ്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നവർ, അത്തരം ആളുകളെ, അങ്ങനെയുള്ള സഹോദരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏതാണ് സഭയെന്ന്, എവിടെ പോകണമെന്ന്, ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് വിശ്വാസ സമൂഹം ഇപ്പോൾ. ഉള്ളതിൽ കൊള്ളാവുന്നതൊന്ന് തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ക്രിസ്തുവിൻ്റെ പേരിൽ ഒത്തിരി സംഘടനകൾ ഭൂമിയിലുണ്ട്. അവർക്കെല്ലാം വ്യത്യസ്തമായ ആരാധനാ ക്രമങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. എല്ലാവരും ബൈബിളാണ് ഉപയോഗിക്കുന്നത്, പ്രസംഗിക്കുന്നത് യേശുവിനെയാണ്. പക്ഷേ അതിൽ എത്ര പേർ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുണ്ട്, ദൈവ സഭയുടെ ശുശ്രൂഷകരുണ്ട്, ദൈവസഭ എത്രയുണ്ട്? ദൈവസഭ ഒന്നേ ഉള്ളൂ. കർത്താവായ യേശുവിൻ്റെ ശരീരമായ സഭ ഒന്നേ ഉള്ളൂ. അവിടെ ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ, മറിച്ച് ഒന്നില്ല. അവിടുത്തെ യഥാർത്ഥമായ ദൈവസഭയിൽ ഒറ്റ ആരാധനക്രമങ്ങളേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് തന്നെ ബലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന തിരുവചനം, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഏതാണ് ദൈവസഭയെന്ന്. യേശുവിൻ്റെ കൽപ്പനയും അപ്പോസ്തലന്മാരുടെ ഉപദേശവും അവർ എന്താണോ ചെയ്തത്, അവരെന്താണോ ലേഖനങ്ങളിൽ ഉറപ്പിച്ചത്, അതാണ് പുതിയ നിയമ സഭ എടുക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ അനേക വീഡിയോകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വചനത്തിൻ്റെ ആയിരക്കണക്കിന് വചനത്തിൻ്റെ തെളിവുകളാൽ തന്നെയാണ് അതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വചനം വ്യാഖ്യാനിക്കാൻ ഉള്ളതല്ല, അത് പൊരുള് തിരിക്കാൻ ഉള്ളതാണ്. തിരുവചനം പ്രസംഗിക്കാനുള്ളതല്ല, അത് പ്രബോധിപ്പിക്കാനുള്ളതാണ്. പ്രസംഗവും പ്രബോധനവും രണ്ടും രണ്ടാണ്. വ്യാഖ്യാനവും പൊരുളും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും തന്നെ തിരിച്ചറിയൽ അനേകർക്കും കഴിയാറില്ല, ആശയക്കുഴപ്പത്തിലാകാം. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് സഭയ്ക്ക് എതിരെ ഒത്തിരി പീഡനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ
ഞാൻ പറഞ്ഞു, സഭയ്ക്കെതിരെ ഒത്തിരി പീഡനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. വാസ്തവത്തിൽ ദൈവസഭയ്ക്ക് ഒരു പീഡനവും ഇപ്പോൾ ഇല്ല. ദൈവസഭ എന്ന വ്യാജേന നടക്കുന്നവരാണ് പീഡനമേൽക്കുന്നത്. അവർക്കാണ് ഇപ്പോൾ ഉപദ്രവമുള്ളൂ. ദൈവസഭയ്ക്ക് ഇപ്പോൾ ഉപദ്രവം ആരംഭിച്ചിട്ടില്ല. ഇതൊക്കെ ആരംഭിക്കാൻ ഇനിയും സമയം കിടക്കുന്നേ ഉള്ളൂ. രക്ഷ വ്യക്തിപരമാണ്, വിശുദ്ധിയും വേർപാടും വ്യക്തിപരമാണ്, ആത്മീയ വളർച്ച വ്യക്തിപരമാണ്. പക്ഷേ യേശു ഇനി വരുന്നത് വ്യക്തികളെ കൊണ്ടുപോവാൻ അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. യേശു ഇനി വരുന്നത് തൻ്റെ മണവാട്ടിയായ സഭയെ കൊണ്ടുപോകാനാണ്. ആ മണവാട്ടിയായ സഭ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് ഒന്നുമല്ല പ്രിയ സഹോദരങ്ങളെ. അദൃശ്യമായ നമ്മുടെ കണ്ണുകൾക്ക്, ദൃശ്യമായ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒന്നാ മണവാട്ടിയായ സഭ. ഈ മണവാട്ടിയായ സഭയെ നാം അറിയേണ്ടതും കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ. എല്ലാവരെയും ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിരുവചനത്തിലേക്ക് കിടക്കാം. 1-2 വചനം ചിന്തിച്ചുകൊണ്ട് നമുക്ക് സഭ എന്നാൽ എന്ത് എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. യേശു പത്രോസിനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഉള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. യേശു ഇത് പറയുന്നത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പത്രോസിൻ്റെ ഉള്ള് സർവശക്തനായ ദൈവം തുറന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എത്രയെന്ന് പത്രോസ് പറയുമ്പോഴാണ്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കർത്താവ് 16:19 മത്തായി 16:19 സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞത്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ മാത്രമേ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തുള്ളൂ. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കുന്ന സഭ എന്ന സബ്ജക്റ്റാണ്. നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് എന്താണെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് പോയാലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 11:52 തിരുവചനം പറയുന്നു, ആ താക്കോലിൻ്റെ പേര് പരിജ്ഞാനത്തിൻ്റെ താക്കോൽ. അത് പുരോഹിതന്മാരും ജ്ഞാനികളും ഈ താക്കോൽ എടുത്തു കളഞ്ഞു. തങ്ങളോ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കാൻ അനുവദിക്കുന്നുമില്ല. അതാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ താക്കോലിനെക്കുറിച്ചും ഇത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും ഇത് തുറക്കേണ്ട പെട്ടി ഏതാണെന്ന് പോലും അറിയാത്ത ഇവർ അന്നും ഇന്നും ഈ താക്കോലിന് എടുത്തു മാറ്റിവെക്കും. താക്കോല് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അത് തുറക്കേണ്ട ഒരു പെട്ടിയുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ് കൊടുത്തത്. അത് പരിജ്ഞാനത്തിൻ്റെ താക്കോലാണ്. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശു തന്ന താക്കോൽ എന്താണെന്ന് കൃത്യമായി പത്രോസിന് മനസ്സിലായി. പത്രോസ് അതുകൊണ്ട് ഇത് തുറക്കേണ്ട പെട്ടി കയ്യിൽ കിട്ടാതെ പത്രോസിന് താക്കോല് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആരംഭ നാളുകളിൽ നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാം, പത്രോസ് യേശു പോയി സ്വർഗാരോഹണമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്രോസ് മീൻ പിടിക്കാനൊക്കെ പോകുന്നത് നമുക്ക് കാണാം.
കാരണം ഈ കർത്താവ് താക്കോല് തന്നിട്ട് പോയി, പക്ഷേ ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവൻ വലയെടുത്ത് മീൻ പിടിക്കാൻ പോയി. ഇന്ന് അങ്ങനെയാണ്. ഇന്ന് വലയെടുത്ത് അനേകരും മീൻപിടുത്തം നടത്തുക, മനുഷ്യനെ പിടിക്കുന്നത്, ഇതിനെ വളർത്താനല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, സഭ, ഈ താക്കോല് സഭയുടെ ഭരണ സംവിധാനങ്ങൾ, സഭയുടെ ആരാധനാക്രമങ്ങൾ, സഭാ നടത്തിപ്പുകൾ, ശുശ്രൂഷകർക്ക് വേണ്ട യോഗ്യതകൾ, ആരാധനക്കാർക്ക് വേണ്ട യോഗ്യത, എന്താ ആരാധന, എങ്ങനെയാ ആരാധന, എവിടെയാണ് ആരാധിക്കേണ്ടത്, എപ്പോഴാണ് ആരാധിക്കേണ്ടത്, അങ്ങനെ സഭയുടെ ആധികാരികമായ നിയമങ്ങൾ എഴുതി വെച്ച ലോക്കറിൻ്റെ താക്കോലാണ് പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തത്. ആ ലോക്കർ കൊടുത്തത് മറ്റൊരാളുടെ കയ്യിലാണ്. അദ്ദേഹം വരുന്നത് വരെ സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റിയില്ല. അദ്ദേഹം വരുന്നത് വരെ സഭയ്ക്കൊരു ഓർഡർ വന്നില്ല. അദ്ദേഹം വരുന്നത് വരെ സഭയുടെ കാര്യാദികളൊന്നും വെളിപ്പെട്ടില്ല. താക്കോല് കിട്ടിയ പത്രോസ് ഈ താക്കോല് മാത്രം കയ്യിൽ വെച്ച് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ലോക്കർ ലഭിച്ചവൻ അകത്ത് കയറുന്നത്. ലോക്കർ കർത്താവ് കൊടുത്തത് വിശുദ്ധ പൗലോസിൻ്റെ കയ്യിലാണ്. പൗലോസിൻ്റെ തിരുവെഴുത്തുകളെ വായിക്കുമ്പോൾ, ലേഖനങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ താക്കോല് പൗലോസിൻ്റെ കയ്യിലാണ് കിട്ടിയതെന്ന്. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാരെ പിടിച്ചു കെട്ടാൻ അധികാരപത്രവുമായി യാത്ര ചെയ്യുമ്പോഴാണല്ലോ പൗലോസിനെ വഴിക്ക് വെച്ച് യേശു പിടിക്കുന്നത്, യേശു അറസ്റ്റ് ചെയ്യുന്നത്. യേശു പൗലോസിന് 3 ദിവസം ഈ ലോകം കാണുന്ന പൗലോസിൻ്റെ കണ്ണിനെ അങ്ങ് അടച്ചു കളഞ്ഞു. 3 ദിവസം മനുഷ്യപുത്രൻ ഭൂമിക്കടിയിൽ കിടക്കണം എന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ അതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ 3 ദിവസം പൗലോസിനെ അന്ധനാക്കി കളഞ്ഞു. 3.5 വർഷം പത്രോസിനും ശേഷം ശിഷ്യന്മാരെയും കൂടെ കൊണ്ടു നടന്ന് കർത്താവ് പഠിപ്പിച്ചതിലും ആഴമേറിയ മർമ്മങ്ങൾ 3 ദിവസം കൊണ്ട് പൗലോസിനെ പഠിപ്പിച്ചു. പൗലോസ് പറയുകയാണ്, ഇന്നേക്ക് 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 1:12 നമ്മൾ കാണുന്നു, സ്വർഗരാജ്യത്തിൽ കയറിയവൻ വേറെ ആരുമില്ല, മനുഷ്യപുത്രൻ മാത്രം, യേശു മാത്രം. യേശുവിന് ശേഷം പിന്നെ അവിടെ കയറുന്നത് പൗലോസാണ്. നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത് പൗലോസിന് ശേഷം ഇപ്പോൾ അനേക വിശുദ്ധന്മാർ അവിടെ നിരന്തരം കയറിയിറങ്ങുന്നുണ്ട്. അവരാ യഥാർത്ഥ ശുശ്രൂഷകർ. അവർക്ക് ദൈവസഭയുടെ മർമ്മങ്ങളെ, ആരാധന കാര്യാദികളെ, ആരാധന രീതികളെയെല്ലാം കാണാനും കേൾക്കാനും അത് പുറത്ത് പ്രസംഗിക്കാനും കഴിയുകയുള്ളൂ. ബാക്കി എന്തൊക്കെയോ പ്രസംഗിക്കും, നടക്കട്ടെ അതൊക്കെ. പൗലോസ് 3-ാം സ്വർഗത്തോളം കയറിയെന്നും അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ കണ്ടുവെന്നും സഭയുടെ ആരാധനയും സഭയുടെ നിയമവും ഭരണഘടനയും എല്ലാം അവിടെ കണ്ടതാണ് തുടർന്ന് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് താക്കോല് കിട്ടിയ പത്രോസിന് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ, എൻ്റെ കയ്യിൽ താക്കോല് മാത്രമേ ഉള്ളൂ, ഇത് വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ലോക്കർ കിട്ടിയത് പൗലോസിൻ്റെ കയ്യിലാണ്. അതാണ് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തത്. അവർ തമ്മിലുള്ള ഐക്യം, അന്യോന്യം കീഴ്പ്പെടൽ. എനിക്കെല്ലാം അറിയാം, അങ്ങനെയൊന്നും ഒരുപാട് ആളുകൾ, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് സഭ, ഞാൻ പറയുന്നതാണ് നിയമം, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം. കുറച്ച് വാലും തലയൊക്കെ അവിടുന്ന് ഇവിടുന്ന് പഠിച്ച് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ പോകുകയുള്ളൂ. ഇങ്ങനെ വാശി പിടിക്കുന്ന, അന്ധതയ്ക്ക് അടിമയായി സാത്താൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാം.
ഒത്തിരി ആളുകളെ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞ ഒത്തിരി പ്രഗത്ഭരായ ഈ ലോകം വിലയിരുത്തുന്ന ഒത്തിരി ആളുകളെ എനിക്കറിയാം. ഞങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ ആരെയും കീഴ്വഴങ്ങില്ല, ഞങ്ങൾ ആരെയും അനുസരിക്കില്ല, ഞങ്ങൾ പറയുന്നതാണ് സഭ എന്ന് ശാഠ്യം പിടിക്കുന്ന ആളുകളെ. ഇത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ലഭിച്ച പത്രോസ് അങ്ങനെ വാശിയൊന്നും കാണിച്ചില്ല. ലോക്കർ ലഭിച്ച പൗലോസും അത് കാണിച്ചില്ല. പൗലോസിനെ യേശു പിടിച്ചതിന് ശേഷം 3 ആണ്ട് കഴിഞ്ഞ് പത്രോസിനെ മുഖാമുഖം കാണേണ്ടതിന് യെരുശലേമിലേക്ക് പോകുന്ന പൗലോസിനെ തന്നെ യേശു പിടിച്ചതും താൻ വഴി യേശു ചെയ്ത കാര്യങ്ങളും എല്ലാം പത്രോസിൻ്റെ മുമ്പിൽ, യാക്കോവിൻ്റെ മുമ്പിൽ വിവരിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാം. അവരാരും ചോദിച്ചിട്ടല്ല, പൗലോസ് സ്വമേധയാ ഇതെല്ലാം വെളിപ്പെടുത്തുകയാണ്. പൗലോസ് ഇതെല്ലാം പറഞ്ഞപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് താക്കോലെ എൻ്റെ കയ്യിൽ തന്നുള്ളൂ. ലോക്കർ കൊടുത്തത് പൗലോസിൻ്റെ കയ്യിലാണ്. സഭയുടെ ഭരണഘടന എഴുതി വെച്ചത് ആ ലോക്കർ കൊടുത്തത് പൗലോസിൻ്റെ കയ്യിലാണ്. ഇത് വെളിപ്പെട്ട പത്രോസിന് ശേഷം അപ്പോസ്തലന്മാരും പൗലോസിന് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു. പരസ്യമായി പത്രോസിനെ ശാസിക്കുന്ന പൗലോസിനെ നമുക്ക് പിന്നെ കാണാം. അവിടെ ഇന്നത്തെ പോലെ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട, പാസ്റ്റർക്ക് ചില കാര്യങ്ങൾ അറിയുമെങ്കിൽ അത് പാസ്റ്റർ പഠിപ്പിച്ചാൽ മതി, ഞങ്ങളെ ആരെയും ഇതൊന്നും പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന ഒത്തിരി മാന്യന്മാരെ നമുക്ക് കാണാം. എന്നിട്ട് അവർ പറയും ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ്. ജനത്തെ ചതിക്കല്ലേ. അങ്ങനെയൊന്നും പത്രോസ് പറഞ്ഞില്ലല്ലോ. പൗലോസ് പരസ്യമായി ശാസിച്ചപ്പോഴും തിരുത്തിയപ്പോഴും അത് ഏറ്റെടുത്തില്ലേ, അതനുസരിച്ചില്ലേ? കാരണം അവർക്ക് 2 പേർക്കും അറിയാമായിരുന്നു. പൗലോസിനെ അറിയാം, എൻ്റെ കയ്യിൽ ലോക്കറേ ഉള്ളൂ, താക്കോലില്ല. പത്രോസിനെ അറിയാം, എൻ്റെ കയ്യിൽ താക്കോലേ ഉള്ളൂ, ലോക്കറില്ല. ഈ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവട്ടെ ഈ നാളുകളിൽ. പ്രിയ സഹോദരങ്ങളെ, 2 കൊരിന്ത്യർ 12:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായി ഇരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഇത് പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇനി അതിന് താഴേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിങ്ങളിത് വായിക്കണം, ആത്മാവിൽ ധ്യാനിക്കണം, വചനം വെച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ സ്വയം നമ്മളും വഞ്ചിതരാകും, മറ്റുള്ളവരെയും വഞ്ചിക്കും. എന്നിട്ട് തുടർന്ന് 3 നമ്മൾ കാണുന്നു, ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും, വളരെ കൃത്യയോടെ ഇത് വായിക്കണമേ, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. പർദീസയോളം എടുക്കപ്പെട്ട പൗലോസ് മനുഷ്യന് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്തതും പറഞ്ഞുകൂടാൻ കഴിയാത്തതുമായ വാക്ക് കേട്ടു. ഹല്ലേലൂയ. വാക്കുകളെ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് തന്നെയാണത്. പക്ഷെ പൗലോസ് അവിടെയും ഒരു എളിമയുടെ തലത്തിലേക്ക് അത് മറ്റൊരാളെ വെച്ച് പൗലോസ് പറയുകയാണ്. മറ്റാരുമല്ല, അത് പൗലോസ് തന്നെയാണ്. കാരണം അത് തുടർന്ന് ലേഖനങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുകയും എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. ഹല്ലേലൂയ. മൂഢൻ ആകുകയില്ല. മൂഢനാകുകയില്ല.
സത്യമല്ലോ പറയുന്നത്, എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുതെന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. പൗലോസ് താനാണ് ഈ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതെന്നും പർദീസയിൽ എടുക്കപ്പെട്ടതെന്നും പർദീസ കണ്ടുവെന്നും സ്വർഗം കണ്ടുവെന്നും അവിടുത്തെ സിസ്റ്റം കണ്ടുവെന്നും ഭൂമിയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തുവെന്നും പൗലോസ് അങ്ങനെ തന്നെ പറയാത്തത് പൗലോസിൻ്റെ എളിമയും വിനയവുമാണ്. പൗലോസിലേക്കല്ല ആകർഷിക്കപ്പെടേണ്ടത്, യേശുവിലേക്കാണ് ജനം ആകർഷിക്കപ്പെടേണ്ടത്. യേശുവിൻ്റെ ശരീരമായ സഭ അതിൻ്റെ കാര്യങ്ങളെയാണ് പർദീസയിൽ കണ്ടതും കേട്ടതും. അതാണ് തുടർന്ന് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇനി കാലവും നാളും ഒന്നും നമ്മുടെ മുമ്പിൽ അധികമില്ല. ദൈവസഭ എന്തെന്ന് പഠിക്കുക, ആരാധന എന്താണ് ആരാധനയൊന്നും പഠിക്കുക. ഇനിയുള്ള കാലങ്ങൾ അതികഷ്ടതയും ദുർഘടവും നിറഞ്ഞതാണ്. ഇതിനതിജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കിതിനാസ്പദമായ വചനങ്ങൾ ചിന്തിക്കാം, ധ്യാനിക്കാം. കർത്താവ് അതിനെ ഏവരെയും സഹായിക്കട്ടെ. വചനങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങളിത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ലോക്കറും താക്കോലും തമ്മിലുള്ള ബന്ധവും പൗലോസ് മൂന്നാം സ്വർഗത്തിൽ കണ്ടതെന്താണെന്നും പർദീസയിൽ കണ്ട കാര്യങ്ങൾ എന്താണെന്നും കേട്ട വാക്കുകൾ എന്താണെന്നും. അതാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. ബാക്കി കാണുന്നതൊന്നും സഭയല്ല കേട്ടോ, എന്തൊക്കെയോ ആണ്, എന്തെങ്കിലും ആവട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ മെസ്സേജും ഇത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സത്യവചനം കേട്ട് സത്യം ഗ്രഹിച്ച് സത്യസഭയ്ക്കകത്ത് ജനം വരട്ടെ, സത്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. അതിനെ കർത്താവ് അവരെ സഹായിക്കണമേ. കർത്താവ് ഇത് കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ, കഷ്ടത മാറ്റണമേ, കടബാധിതകളെ നീക്കണമേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവേ, ഇത് കേൾക്കുന്ന മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളു തുറക്കണമേ, അകക്കണ്ണ് തുറക്കണമേ, ഹൃദയവ്യക്തി പ്രകാശിപ്പിക്കണമേ, തിരുവഴുത്തിലെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ കൃപ നൽകണമേ എന്ന് സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചനായി നന്ദിയോടെ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.